ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ കരുത്തരുടെ പോരാട്ടത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ തകർത്ത് മുംബൈ ഇന്ത്യൻസ്. 7 വിക്കറ്റിനാണ് ആതിഥേയരായ മുംബൈയുടെ ജയം. സൂര്യകുമാർ താണ്ഡവമാടിയ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ അനായാസമാണ് മുംബൈ ഇന്ത്യൻസ് പരാജയപ്പെടുത്തിയത്. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഉയർത്തിയ 197 റൺസ് വിജയലക്ഷ്യം വെറും 15.3 ഓവറിൽ 3 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ മുംബൈ മറികടന്നു. സീസണിൽ മുംബൈയുടെ 2ാം ജയവും RCBയുടെ 5ാം തോൽവിയുമാണിത്. ഓപ്പണിംഗ് വിക്കറ്റിൽ 53 പന്തിൽ നിന്ന് ഇഷാൻ കിഷൻ, രോഹിത് ശർമ്മ സഖ്യം 101 റൺസ് ചേർത്തപ്പോൾ തന്നെ മുംബൈ കളി ജയിക്കുമെന്ന് ഏകദേശം ഉറപ്പായിരുന്നു. എന്നാൽ ഇഷാൻ കിഷൻ പോയി ക്രീസിലെത്തിയ സൂര്യകുമാർ യാദവ് ബൗളർമാരെ ശിക്ഷിക്കാൻ തുടങ്ങിയതോടെ മുംബൈ ജയം ഉറപ്പിക്കുകയായിരുന്നു. വെറും 19 പന്തുകൾ മാത്രം കളിച്ച സൂര്യ 4 സിക്സും 5 ഫോറും അടക്കം 52 റൺസാണ് അടിച്ചുകൂട്ടിയത്. സൂര്യ പുറത്തായ ശേഷം ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയും വെടിക്കെട്ട് തുടർന്നു. 6 പന്തിൽ 3 സിക്സറടക്കം 21 റൺസോടെ പുറത്താകാതെ നിന്ന ഹാർദിക് ഒരു സിക്സറിലൂടെ മുംബൈയുടെ ജയവും കുറിച്ചു. തിലക് വർമ്മ 10 പന്തിൽ നിന്ന് 16 റൺസുമായി പുറത്താകാതെ നിന്നു. 34 പന്തിൽ നിന്ന് 5 സിക്സും 7 ഫോറും അടക്കം 69 റൺസ് എടുത്ത ഇഷാനാണ് ടീമിന്റെ ടോപ്പ് സ്കോറർ. ഇഷാൻ അടിച്ചു തകർക്കുമ്പോൾ ക്ഷമയോടെ കളിച്ച രോഹിത് 24 പന്തിൽ നിന്ന് 3 വീതം സിക്സും ഫോറും അടക്കം 30 റൺസ് എടുത്ത് മടങ്ങി. നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗിനിറങ്ങിയ RCB 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 196 എന്ന മികച്ച ടോട്ടലാണ് പടുത്തുകൂട്ടിയത്. ദിനേശ് കാർത്തിക് അവസാന ഘട്ടത്തിൽ തകർത്തടിച്ചാണ് സ്കോർ 190 കടക്കാൻ സഹായിച്ചത്. വെറും 23 പന്തിൽ 5 ഫോറും 4 സിക്സും സഹിതം DK 53 റൺസാണ് വാരിക്കൂട്ടിയത്. അവസാന ഓവറിൽ 2 സിക്സും 1 ഫോറും സഹിതം DK ടീമിനെ 196 എത്തിച്ചു. വിരാട് കോഹ്ലി തുടക്കത്തിൽ തന്നെ വീണെങ്കിലും അർദ്ധ സെഞ്ചുറികൾ നേടി ക്യാപ്റ്റൻ ഹാഫ് ഡുപ്ലേസി, ഇംപാക്ട് പ്ലെയർ രജത് പട്ടിയാർ എന്നിവർ തുടക്കത്തിൽ സ്കോർ മുന്നോട്ട് നയിച്ചു. അതേസമയം ഇന്നലത്തെ കളിയിൽ ഒരു കിടിലൻ റെക്കോർഡ് സ്വന്തമാക്കാനുള്ള അവസരമാണ് RCB സൂപ്പർ താരം വിരാട് കോഹ്ലിയെ കാത്തിരുന്നത്. ഇന്നലെ 50 റൺസ് നേടാനായാൽ IPL-ൽ മുംബൈ ഇന്ത്യൻസിനെതിരെ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ബാറ്റ്സ്മാനാകാൻ കോഹ്ലിക്ക് കഴിഞ്ഞേനെ. ഈ റെക്കോർഡിൽ ശിഖർ ധവാനെ മറികടക്കാനാണ് കോഹ്ലി തയ്യാറെടുത്തതെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. ഇന്നലത്തെ കളിയിൽ ഡുപ്ലേസി 4 ഫോറും 3 സിക്സും പറത്തി 40 പന്തിലാണ് 60 കടന്നത്. പടിധാർ 4 സിക്സും 3 ഫോറും സഹിതം 26 പന്തിലാണ് അർദ്ധ സെഞ്ചുറി നേടി മടങ്ങിയത്. ഗ്ലെൻ മാക്സ്വെൽ വീണ്ടും പരാജയമായി. മഹിപാൽ ലോംറോവും നേരിട്ട ആദ്യ പന്തിൽ തന്നെ വിക്കറ്റിന് മുന്നിൽ കുരുങ്ങി 0-ൽ മടങ്ങി. പിന്നീട് DKയുടെ തീ പടർത്തും ഫിനിഷിംഗ്. മത്സരത്തിൽ 4 ഓവറിൽ 21 റൺസ് വിട്ടു നൽകി 5 വിക്കറ്റുകളിൽ വീഴ്ത്തി ജസ്പ്രീത് ബുംറ തിളങ്ങി. ജെറാൾ കോട്സി, ആകാശ് മദ്വാൾ, യശസ് ഗോപാൽ എന്നിവർ ഓരോ വിക്കറ്റ് എടുത്തു. അതേസമയം IPL-ൽ ഇന്നലെ നടന്ന മുംബൈ ഇന്ത്യൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മത്സരത്തിന് മുന്നോടിയായി മുംബൈ ഇന്ത്യൻസ് മുൻ നായകൻ രോഹിത് ശർമ്മ സ്റ്റേഡിയത്തിലെത്തിയത് ടീം ഉടമയിൽ ഒരാളായ ആകാശ് അംബാനി ഓടിച്ച കാറിലായിരുന്നു. ആകാശ് അംബാനിക്കൊപ്പം രോഹിത് വന്നിറങ്ങുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ ഹാർദിക്കിന്റെ ക്യാപ്റ്റൻസി തെറിക്കുമോ എന്ന ചോദ്യവുമായി മുംബൈ ആരാധകരുമെത്തി. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ആകാശ് അംബാനി ഓടിച്ച ആഡംബര കാറിൽ രോഹിത് വാങ്കഡയിൽ വന്നിറങ്ങിയത്. ഇന്നലെ നടന്ന റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരിനെതിരായ മത്സരത്തിന് മുന്നോടിയായാണ് രോഹിത് വാങ്കഡെ സ്റ്റേഡിയത്തിലെത്തിയത്. നേരത്തെ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരായ തോൽവിക്ക് ശേഷം ആകാശ് അംബാനിയും രോഹിത് ശർമ്മയും ഹാർദിക്കിനെ സാക്ഷിയാക്കി ഗൗരവമായ ചർച്ചയിലേക്ക് ഏർപ്പെട്ടതാണ് ആരാധകർ ഇങ്ങനെ കൂട്ടി വായിക്കുന്നത്. കഴിഞ്ഞ സീസണിലെ താരലേലത്തിന് മുന്നോടിയായി ഹാർദിക് പാണ്ഡ്യയെ അപ്രതീക്ഷിതമായി ടീമിലെത്തിച്ച മുംബൈ ഇന്ത്യൻസ് ആരാധകരെ ഞെട്ടിച്ചാണ് രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻസി സ്ഥാനത്ത് നിന്ന് മാറ്റി ഹാർദിക്കിനെ ക്യാപ്റ്റനാക്കിയത്. ഇതിന് പിന്നാലെ മുംബൈ ഇന്ത്യൻസിന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്ന് ആരാധകർ കൂട്ടത്തോടെ പിന്തിരിയുകയും ചെയ്തിരുന്നു. ഈ സീസണിൽ കളിച്ച ആദ്യ 3 കളിയിലും മുംബൈ നായകനായ ഹാർദിക് പാണ്ഡ്യയെ ആരാധകർ കൂവുകയും രോഹിത് ചാൻഡ് ഉയർത്തുകയും ചെയ്തിരുന്നു. രാജസ്ഥാനെതിരായ മുംബൈയുടെ ഹോം മത്സരത്തിൽ ഹാർദിക്കിന് വേണ്ടി കൈയടിക്കാൻ അവതാരകനായ സഞ്ജയ് ആവശ്യപ്പെടേണ്ടിയും വന്നു. സീസണിലെ ആദ്യ 3 കളികളിലും തോറ്റ മുംബൈ വിമർശനങ്ങളുടെ മുൾമുനയിൽ നിൽക്കുമ്പോഴാണ് ഡൽഹി ക്യാപ്റ്റൻസിനെതിരായ കഴിഞ്ഞ ഹോം മത്സരം ജയിച്ചത്. സീസണിൽ 4 മത്സരങ്ങളിൽ 1 ജയവുമായി മുംബൈ പോയിന്റ് പട്ടികയിൽ 8ാമതാണ്.